ആ ആരാ ഇത്? കേറിയിരിക്കേ. ഇരിക്കാനല്ല വന്നേ. അവനല്ല ഇവിടെ, അവനെ വിളിക്ക്. ഏട്ടാ നിങ്ങൾ കേറിയിരിക്കട്ടോ. ഇവിടെ കയറിക്കും കാര്യത്തെ നോക്കിക്കണേ. ആരപ്പത്? എന്താ വർത്താനം? സുഖല്ലേ? സുഖന്ന് പത്ര പോരാ. എന്താടാ, എന്താ കാര്യം? ഞങ്ങളിവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇജ്ജ് എന്റെ പെണ്ണുങ്ങളെ അങ്ങനെ സൂക്ഷിക്കണ്ട. അതിന്റെ കാര്യം ഇജ്ജ് എന്തൊക്കെയാ പറയണേ? എന്റെ ഏട്ടനാന്നല്ലേ ബോധമില്ല എനിക്ക്? അതന്നെയാണ് ഈ പറഞ്ഞു വരുന്നതേ. ഈ തറവാട് എന്ന് പറയണതേ ഏട്ടനില്ലല്ല, ഇളയ മകനില്ലതാണ്. പിന്നെ ഓനെ ഞാൻ ഇറക്കി വിട്ടിട്ടൊന്നുമില്ലല്ലോ. ഓല ഇറങ്ങി പോയതല്ലേ. അതെന്റെ കെട്ടിയുള്ള സ്വഭാവം കൊണ്ട് തന്നെ, അല്ലാതെ ഒന്നുമല്ല. സ്വഭാവത്തിന്റെ കാര്യം ഇവിടെ പറയണ്ട. ആരും അത്ര മോശമൊന്നുമില്ല. കേട്ടില്ലേ? പറയാനാണ് പറ ചങ്ങായി. എന്തായാലും നാഗിറങ്ങി പോയോ? ഇവിടെ നിന്ന് ഇറങ്ങി തരണം പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ. ഞാനൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ ഇറങ്ങിക്കോളി. അതെന്താ പെട്ടോ ഒച്ചമ്പളൊക്കെ? എന്താ മോളെ? അലോകക്കാരതിൽ ഇടപെടാൻ നിൽക്കണ്ട. അത് ഞങ്ങളെ കുടുംബക്കാരിയാണ്. എന്റെ കാര്യം പോയി നോക്കണ ചങ്ങായി. അന്നങ്കാട്ടിയും കൂടുതൽ ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അയലോകാരായിട്ടുള്ള ഞങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലായ നമുക്ക്? ഏതപ്പൻ എന്താടാ, എന്താ ദീപ പ്രശ്നം? ഒന്നുമില്ലക്ക, ഇളയ മക്കൾക്കല്ല തറവാട്. എന്നാലും ഞങ്ങൾ ഇറങ്ങി കൊടുക്കണ്ടല്ലേ. ഇതാരാ പറഞ്ഞേ? പ്രവീണോ? ഇജാ പറഞ്ഞേ? ഞാൻ തന്നെ പറഞ്ഞേ. നാനുണ്ടാന്ന് അറിയാം നമുക്ക്. അന്റെ കല്യാണത്തിന് പെര പൊളിച്ച് നന്നാക്കണതിന് മുമ്പ് ഇവിടെ ഒരു പെര ഉണ്ടായിരുന്നു. അത് ഓർമ്മ ഉണ്ട് എനക്ക്? അതെത്തിനാ ഓർക്കണത്? അത് ഓർക്കണം. മണ്ണ് കുഴച്ച് കെട്ടിണ്ടാക്കിയ ഒരു ഒറ്റമുറി പെര. ഈ നിക്കണ പെണ്ണിന്റെ സ്വർണം വിറ്റിട്ടും ഓന്റെ ചോര നീരാക്കിയിട്ടും ഉണ്ടാക്കിയ പെരാണ്. അതൊന്നും നിങ്ങൾ ആരും മറക്കണ്ട. അനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനും കുട്ടിയും വന്നപ്പോഴേ അതിന് കെട്ടാൻ ഒരു താലിമാല ഉണ്ടായിട്ടില്ല. അനക്ക് ഓർക്കണ്ടായി? ഓന്റെ കഴുത്തിലെ മാലൂരി തന്നാനാവാൻ അതിജ് മറന്നു അല്ലേ? നോക്കിയാ ഇവിടെ വന്നാ ബാ. പോത്തെ ഇജ എന്താ എന്നോട് പറഞ്ഞത്? ഇജ ഈ പെര കയറ്റിയതെന്നില്ലേ? നിങ്ങൾ എവിടേക്ക് പോണ്ട പറഞ്ഞേ? നാളെ ഓളേറ്റിന് വരും. അനക്ക് ജീവിച്ചാ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.